വെള്ളാർമല വയനാട് ജില്ലാ പഞ്ചായത്ത് ഗവൺമെൻറ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളാണിത്. വെള്ളാർമല. ഇതിൻ്റെ ഉള്ളിൽ പകുതി ഭാഗവും ചളിയാണ്. ഒരു ഭാഗം ഇടിഞ്ഞു പോയി. അത് ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് പകുതി ഇടിഞ്ഞു പോയതാണ്, അത് പൊളിഞ്ഞു പോയതാണ്. ഈ പ്രദേശം ഇപ്പോൾ വിജനമായി. ഇവിടെ ഒന്നും ആൾ താമസമില്ല. ഇതൊക്കെ ആൾക്കാരൊക്കെ ഒഴിവാക്കി പോയതാണ്. ഇതൊക്കെ മൊത്തം ഈ പ്രദേശത്ത് തന്നെ ഇപ്പം ആരുമില്ല, ആൾക്കാരിങ്ങോട്ടില്ല വെള്ളാർമലയിൽ. ഇവിടെയൊക്കെ നിരോധിത മേഖലയാണ്. ഇവിടെ ഒന്നും ആർക്കും വരാനൊന്നും പാടില്ല. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളായിരുന്നു. ഈ ഭാഗമൊക്കെ വീടുകളായിരുന്നു. ഇവിടുന്ന് ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയി, എല്ലാം ഉപേക്ഷിച്ച് പോയതാ. ഇതൊക്കെ വീടുകളാണ്. ഇനിയും വരാനുള്ള സാധ്യത കണക്കിലെടുത്തിട്ടാണ് ഇതിപ്പോൾ ഈ വീടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആൾക്കാർ പോയത്. ഇവർക്കൊക്കെ കൂടിയാണ് ടൗൺഷിപ്പും പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആ വീടുകളും ഒക്കെ. അതിൽ കൂടിയാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 113 വീട്. അതില്ല. അവർക്കൊക്കെ വാഗ്ദാനം നൽകിയിട്ട് പോയി എന്നല്ലാതെ അവർക്കൊന്നും ഒരു വീട് പോലും കിട്ടിയിട്ടില്ല. ഇതിലിപ്പോൾ ടൗൺഷിപ്പിലുള്ള ആൾക്കാർക്കുള്ള വീടും പിന്നെ അല്ലാത്ത ലീഗുകാരുണ്ടാക്കിയ വീടും അതിലേക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർ മാറി താമസിക്കാൻ പോയത്. ഇതൊക്കെ ഇപ്പം ഇവിടെ പഴയതായി കിടക്കുക. ഇതൊക്കെ നല്ല നല്ല വീടുകളാണ്. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ താണ്ടവാടിയിട്ട് പോയ സ്ഥലമാണിത്. ഇതൊക്കെ ഇതിലെ കൂടിയൊക്കെ താണ്ടവാടിയിട്ടാണ് പോയത്. ഇതൊക്കെ ശരിക്കും വന്ന് കണ്ടാലല്ലോ ഈ ഒരു പ്രദേശം എന്തായിരുന്നു. ഈ ഭാഗത്ത് ഇപ്പോൾ ആള് താമസമുണ്ട്, ആരുമില്ലല്ലോ. ഇതൊക്കെ ഒഴിവായതല്ലേ. എന്ത് ചെയ്യാനല്ലേ. ഒരു 10-50 ഏക്കർ, 50 100 100 ചില്ലറ ഏക്കറിൻ്റെ മേലെ ഉണ്ട് ഈ പൊടിഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുകയാണ്. വേറൊരു റോഡ് ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെയാണ്. അതിൻ്റെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഒരു പാലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇങ്ങോട്ടേക്കുള്ള ഇത് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കുള്ള റോഡ് കെട്ടേണ്ട പരിപാടിയാണ്. സൈഡൊക്കെ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ മനസ്സെത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ജീവനും പോയി, ആളും പോയി, വീടും പോയി, സ്ഥലവും പോയി. മനുഷ്യൻ്റെ സമയം അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഇവിടെ വെച്ചാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ആർക്കൊന്നും അറിയില്ല. ഇതൊക്കെ ഉപേക്ഷിച്ച് പോയില്ല ആൾക്കാർ. ഓരോ ബിൽഡിങ്ങിലൊക്കെ കോളിങ്ങ പകുതിയേ ഉള്ളൂ, പകുതിയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ വന്നടിഞ്ഞ മരങ്ങളാണ്. ഇതൊക്കെ ഓരോരുത്തർ JCB ടച്ചും കൊണ്ടൊക്കെ എടുത്ത് കൂട്ടിയിട്ടതാണ്. ഇതൊക്കെ ഓരോ പാറകൾ. ഇതൊക്കെ പൊട്ടിയപ്പോൾ ഉരുണ്ട് വന്ന പാറകളാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ മനുഷ്യന്മാർ കുടുങ്ങിയാലുള്ള സ്ഥിതി എന്താണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഇപ്പം എണ്ണത്തിലില്ലാത്ത എത്ര ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ, ആർക്കാ പറയാൻ പറ്റുക. കണ്ടമാനം ബംഗാളികളും ആൾക്കാരൊക്കെ താമസിച്ച ഒരു ഏരിയ ആണല്ലോ. അതിനിടയ്ക്ക് വീടുണ്ടായി, പോകാത്ത വീടും കുറച്ച് ഭാഗം ബാക്കിയാക്കി വെച്ച വീടും ഒക്കെയാണ്. ആ സമയത്ത് പൊട്ടുന്ന സമയത്ത് ഈ വീടുകളിലൊക്കെ താമസിച്ച ആൾക്കാർ സ്ഥിതി ഉണ്ടായിരിക്കും. അവരൊക്കെ എന്തുമാത്രം പേടിച്ചിട്ടുണ്ടാവും ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ശരിക്കും ഇതിനെപ്പറ്റി അറിയാൻ ഈ പ്രദേശം വന്ന് കാണേണ്ട വേണം. ഇപ്പോഴൊന്നും ഇല്ല, വികസനം ഇപ്പോഴില്ല, അത് തീരായി. എന്നാലും ഇത്രയും ഭീകരത ഇപ്പോൾ ഇവിടെ ഉണ്ട്. നിലവിൽ ആ ബാധ്യത സ്ഥിതി എന്തായിരിക്കും. ഒരു മുൻപ് പൊട്ടിയ അവസ്ഥ. ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഇവിടെ ഒന്നും ഇപ്പോൾ താമസമില്ല, വിജയമായ മേഖല.
വീടുകളൊന്നും ആളില്ല കേട്ടോ. കട്ടാക്കിയ ഈ വീടുകളിൽ ആൾക്കാർ കുറെ ആൾക്കാർ ദൃക്സാക്ഷികളാണ്. ഈ കാണുന്ന വീട്ടിൽ ഇവിടെ മേലെ ആൾക്കാർ വെള്ളം മറിയും വീടും ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ 2 ആൾക്കാരെ നാവിട്ടുണ്ടായ ആൾക്കാർ.